എൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാനിവിടെ തിരുവല്ലയിൽ NCS വസ്ത്രത്തിൽ ജോലി ചെയ്ത സ്റ്റാഫാണ്. ഒത്തിരി ന്യൂസൊക്കെ കണ്ടു നെടുമ്പ്രമിൽ ഫൈനാൻസിനെ പറ്റിയൊക്കെ. ഞാനിവിടെ ജോലി ചെയ്ത സ്റ്റാഫാണ്. ഇവിടുത്തെ ശമ്പളം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഫെബ്രുവരി മുതലുള്ള. ഞാനിപ്പോൾ ഇവിടെ ഷോപ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിവിടെ പലപ്പോഴും വന്ന് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്തു. തിരുവല്ലയിൽ കൊടുത്തു, തിരുവനന്തപുരത്തും കൊടുത്തു. അവരുടെ ഈ നടപടി അറിയാമല്ലോ, അവർ അന്വേഷിക്കും, തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ശമ്പളം കൊടുത്തേ. ഞാനിപ്പം ലേബറിൽ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിലായിരിക്കും ഇവരിപ്പോൾ എൻ്റെ ശമ്പളം തടഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഇപ്പം വന്നപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പളം തന്നില്ല, വിഷയമാക്കും. ഇവരാരും ഇവിടെ ഇല്ല, POയും മറ്റു കാര്യങ്ങൾ ആരും ഇവിടെ ഇല്ല. കട തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാനേജറോട് പറഞ്ഞു, സാറിനെ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ ഫ്രണ്ട് നിൽക്കും, ഞാൻ മാധ്യമങ്ങളെ വിളിച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു ഈ ലീഗലായിട്ട് പോയാൽ ജീഷ് അങ്ങനെ സമരം ചെയ്താൽ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു കേസ് കൊടുത്തോളാൻ പറഞ്ഞു. ഇച്ചിരി മുമ്പ് 2 സപ്ലയർമാർ 2 ബസ്സിന് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ഇപ്പം പോലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി മുമ്പേ. അവരെന്ത് വന്ന് എനിക്കതില്ല, പുറത്തോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആരും ചോദിച്ചിട്ട് ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര വിഷയമായിട്ടോ. തിരുവല്ലയിലൊക്കെയാണ് പിള്ളേരൊക്കെ ഇന്നലെ ഭയങ്കര വിഷയമായിരുന്നു. സപ്ലയർമാർ ഒത്തിരി പേര് വരുന്നുണ്ട്, പലരും വരുന്നുണ്ട്. ഇന്നാണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ്ടൊക്കെ വന്നിട്ട് ഭയങ്കര വിഷയമായിരുന്നു. ഇവിടെ പ്രശ്നമായിട്ട് ഇവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സോൾവ് ആക്കാൻ വേണ്ടിയായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അപ്പം തിരുവല്ലയിൽ ഇന്നലെ സ്റ്റാഫ് എല്ലാം പ്രശ്നമായിരുന്നു. അവിടെ AC ഇല്ല, കറണ്ട് ഇല്ല, ഫീസൊക്കെ ഊരിക്കൊണ്ട് പോയി. അപ്പോൾ ഇന്നലെ സ്റ്റാഫൊക്കെ ശമ്പളം അവർക്കും കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ മൊത്തത്തിൽ പിള്ളേർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നിന്ന് പ്രശ്നമായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ. അപ്പോൾ ഇന്ന് രാവിലെ കട തുറന്നിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് കൊണ്ട് സോൾവ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. അവരെല്ലാം റിമാൻഡില്ല, 7 ദിവസം റിമാൻഡില്ല, മാവേലിക്കരെല്ലാം കണ്ട. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴും പറഞ്ഞ് ഇപ്പോൾ സപ്ലയർമാർ വന്ന് പോലീസൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ CO ആണ് പറയുന്നത് ഇതുപോലെ ചെയ്യാം, ഇന്ന് വൈകുന്നേരം കൊണ്ട് ശരിയാക്കാമെന്നാണ് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞേക്കുന്നത് തിരുവല്ലയിൽ. കേട്ടോ, നമ്മൾ വിളിച്ചു വരാം. നമ്മൾ കിടന്ന് സ്റ്റാഫുകൾ കിടന്ന് വായിട്ട് അലച്ചിട്ടാണ് കസ്റ്റമർ എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ പെട്ടിക്കകത്ത് കാശ് വീഴുന്നത്. ഇവരെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ മുതലാളി, ഞാൻ അവരുടെ ഫിനാൻസ് നമുക്കറിയത്തില്ല എന്ത് പ്രശ്നം ഉണ്ടായെന്ന്. പക്ഷേ ഈ കട ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഈ CO എന്ന് പറയുന്ന അഗസ്റ്റിൻ പോൾ എന്ന് പറഞ്ഞ ആളും സരീഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടൻറ്റുമാണ് ഈ പ്രശ്നം മൊത്തം ഇവിടെ ആക്കിയത്. ഈ കട മനസ്സിലായോ, നല്ല ബിസിനസ് നടന്ന ആളാണ്. ഞാൻ ഓപ്പണിംഗ് തൊട്ടുള്ള 2012 തൊട്ട് കരിക്കിനത്ത് ഞാൻ ജോലി ചെയ്ത ആളാണ്. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 10 ഞാൻ ഇറങ്ങുന്നത് ഈ കടയിൽ നിന്ന്. നമുക്ക് ശമ്പളം കിട്ടുന്നില്ല, ഫെബ്രുവരി മാർച്ച് 10 വരെ കിട്ടാൻ കിടക്കുക. ഞാൻ ലേബറിൽ കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ടാണ് എനിക്ക് ശമ്പളം പിടിച്ചു വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായി. തിരുവല്ല എന്നുള്ള ആൾ പറഞ്ഞു. എൻ്റെ കൂടെ ഇറങ്ങിയ ആൾക്കാർക്ക് ശമ്പളം കൊടുത്തു. അതാണ് ഇപ്പോൾ പ്രശ്നം. വിളിക്കുന്നത് കടുത്തുരുത്തി നമ്മൾ വിളിക്കുന്നത്. എൻ്റെ പേര് അജോ ജോസഫ് എന്നാണ്. എൻ്റെ മമ്മിയുടെ പേർക്കാണ് പൈസ ഇട്ടിരുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇതിങ്ങനെ നമ്മളറിഞ്ഞില്ല ഇതിങ്ങനെ ഇത് സംഭവം ഇങ്ങനെ ആയതും ഇതൊക്കെ. നമ്മൾ കുറേ നാളായിട്ട് പൈസ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ പൈസ തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു. അന്നേരം പപ്പയായിരുന്നു തിരുവല്ല വരികയും ഓഫീസിൽ വരികയൊക്കെ ചെയ്ത് പൈസ തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത് പപ്പയായിരുന്നു. ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ പപ്പയോട് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്നു. പപ്പയും കൂടെ അവിടെ തിരുവല്ല ഓഫീസിൽ വരികയും അവർ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ക്യാഷൊന്നുമില്ല, പൈസ ഉണ്ടാകുന്ന മരമൊന്നും ഇവിടെ നട്ടിട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിഷയമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് വെച്ച് പപ്പയ്ക്ക് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്ന് പപ്പ ആഗസ്റ്റ് മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരിത്താസിലായിരുന്നു പപ്പ. ആഗസ്റ്റ് 14 അഡ്മിറ്റ് ചെയ്ത് 17 മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. എന്നിട്ട് ഞാനത് കഴിഞ്ഞ് പിന്നെയും ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഫെബ്രുവരി 2 മെച്ചൂറാകുന്നത് അന്നേരം തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 2 നമ്മളവിടെ ചെല്ലുകയും അന്നേരം എന്നെയും എൻ്റെ കൂട്ടുകാരനും നമ്മൾ ആ ഓഫീസിൽ വെച്ച് അതിനകത്ത് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവർ നമ്മൾ പൂട്ടിയൊക്കെ വെക്കുകയൊക്കെ ചെയ്തു അകത്തെ. അത് കഴിഞ്ഞ് പിന്നെ 2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞ് ഇന്ന ദിവസം അടുത്ത മാസം 15-ാം തീയതി ഈ പൈസ ഇങ്ങനെ തന്നോളാം, 5 ലക്ഷം രൂപ ആദ്യം തരാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതുവരെ പൈസയും കാര്യങ്ങളൊന്നും കിട്ടപ്പോഴും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മമ്മി ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് ഞാൻ ന്യൂസുകൾ ഇങ്ങനെ കണ്ട്. അപ്പോൾ അതിന് ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പരാതി കൊടുത്തോ? ലേലപ്പുറം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 2 ദിവസം ആയാലും കൊടുത്തിട്ട്. കാരണം നമ്മളിപ്പോഴാണ് ഇത് അറിഞ്ഞത്. പപ്പടേന്ന് അത് അവർ ബലമായിട്ട് പിടിച്ച് മേടിച്ച് വെച്ചായിരുന്നു അന്ന് തിരുവല്ലയിൽ ശരിക്കും ഒറിജിനൽ. അപ്പോൾ അതിന്നിട്ട് ഞാനത് വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ മെയിൽ വരികയായിരുന്നു സംഭവം. ഓഫീസിൽ വരുന്നപ്പോൾ അവർ 1-2 പേരുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരനും വന്ന് സംസാരിച്ചപ്പോൾ പപ്പാൻ്റെ മരണശേഷമാണ് ഞാനും കൂട്ടുകാരനും ചെന്ന് സംസാരിച്ചത്. അപ്പോൾ ഒരു 2 ലേഡിയും ഒരാളും കൂടി വന്ന മാനേജറാണെന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് മെയിൻ ആളെ കാണണം, രാജു എന്ന് പറഞ്ഞ ആളെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ മറ്റുള്ളവരോട് ഇത് പൊട്ടിപ്പോവാണ്, നമുക്ക് പൈസ വരാനുണ്ടെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും അവിടെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയണേ ന്യൂസൊക്കെ വന്നത് വെറും ഫേക്കാണ്, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ ഞാൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ ഈ ന്യൂസ് കണ്ടെന്ന് പറഞ്ഞിട്ട് തലപ്പമ്പിലെ ബ്രാഞ്ചിൽ മാനേജർ നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ്. കാരണം പുള്ളിയാണ് പറഞ്ഞ് നമ്മൾ ഈ പേപ്പർ കൊടുത്തിട്ടുണ്ടെന്ന്. പുള്ളി എവിടെ വന്ന് ഏത് കോടതി വന്ന് കയറി സംസാരിക്കാൻ തയ്യാറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ മാനേജർ അവർക്കും ഉണ്ട് 10-25 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അവരും ഭയങ്കര വിഷയത്തിൽ നടക്കുക എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. തലപ്പമ്പ് ബ്രാഞ്ചിൽ നമ്മുടെ ഇവിടെ ബ്രാഞ്ചിലും വിഷയമാണ്. തലപ്പമ്പിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് പൂട്ടിയിട്ടില്ല ഇതുവരെ, തുറന്നാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ അറസ്റ്റ് കഴിഞ്ഞ് പൂട്ടിയൊന്നും ഞാൻ വിളിച്ചില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടച്ചാർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അപ്പോഴും ഞാൻ ഈ പുള്ളിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. ഇത് ഇങ്ങനെ ഹോസ്പിറ്റലാണ്, കാരിത്താസിലാണ്, എനിക്ക് പൈസ കിട്ടണം, 3,60,60,000 രൂപ ബില്ലായി.
അന്നേരം ഞാൻ വിളിച്ചപ്പോഴും പുള്ളി ഫോൺ എടുത്ത് എൻ്റെ അടുത്ത് ഒരു മാന്യമായ രീതിയിൽ സംസാരിച്ചു. അതിനിപ്പോൾ ഞാൻ പൈസ വന്നോളാം. രാജു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ MLA മോൻസ് ജോസഫാണ്. അപ്പോൾ മോൻസ് ജോസഫിന്റെ കെയർ ഓഫിൽ ഒന്ന് സംസാരിപ്പിക്കാമല്ലോ എന്ന് ഓർത്ത് മോൻസ് ജോസഫിനെ ഞാൻ പോയി കാണാൻ പോവുകയൊക്കെ ചെയ്തായിരുന്നു. ഇതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മോൻസ് ജോസഫ് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം അത് മാണിയുടെ ബിനാമിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് ഒഴിവുകയത്. എന്നിട്ട് ഈ പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നീ മോൻസിനെ കാണാൻ പോയത് മോശമായി പോയി, മന്ത്രി വാസുവിനെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ഈ പുള്ളി പറഞ്ഞു. രാജുവേ, പൈസ കഴിക്കുന്ന മരമൊന്നും ഞങ്ങൾ ഓഫീസിൽ നിന്ന് തന്നിട്ടില്ലെന്നാണ് ഓഫീസ് സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഞാൻ മമ്മീനെ ആയിട്ട് കൂടുതൽ ഞാൻ അടുപ്പിച്ചിട്ടില്ല. കാരണം മമ്മി ഇങ്ങനെ മേലാത്തോണ്ടും ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഞാനിങ്ങനെ കിട്ടുമെന്ന് പോലും കിട്ടായിക ഇല്ല എന്നും വാർത്ത പോലും മമ്മിനെ കാണിച്ചില്ല. നിങ്ങളുടെ ഫാദർ മരിക്കാൻ കാരണം സത്യം പറഞ്ഞാൽ ഇവന്മാരുടെ ഇത് ഉണ്ടായ ബഹളവും ആവശ്യമാണോ? ഇതിന്റെ ഒരു അഫക്ഷൻ ആയിരുന്നു. കാരണം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാൻ അതിന്റെ പുറമെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് പെട്ടെന്നാണ് പപ്പയ്ക്ക് സ്റ്റോപ്പ് വന്നത്. ഇതിന്റെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് ഇത് അന്നേരം മ്യൂച്വലാണ്. അന്നേരം ഞാൻ പറഞ്ഞു അപ്പച്ചാ പോട്ടെ, അപ്പച്ചാന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പച്ചാ നമുക്ക് ഫെബ്രുവരി ഒരു സമയം ഉണ്ടല്ലോ, അപ്പോൾ ഫെബ്രുവരി നമുക്ക് ശരിയാക്കാം എന്നുള്ള ബേസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മളും പറഞ്ഞ് നമ്മൾ മുൻകൂറാണല്ലോ, മെച്ചുവർ ആയില്ലല്ലോ. അപ്പച്ചന് ഇത് എന്തോ ഒരു ഇത് തോന്നി. അപ്പച്ചൻ പറഞ്ഞ് നമുക്ക് എടുത്താൽ കൊള്ളാം. അതിന് മുന്നത്തെ ഓരോ വർഷമാണ് നമ്മൾ പൈസ നമുക്ക് പലിശ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പലിശ കിട്ടാത്തതുകൊണ്ട് അപ്പച്ചന് അവിടുത്തെ ആൾക്കാരുമായിട്ട് വഴക്കുണ്ടായി, തിരുവല്ലക്കാരുമായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായ ശേഷമാണ് അവർ അന്നേരം പെട്ടെന്ന് വഴക്കുണ്ടായി ഭയങ്കരമായിട്ട് ഫയറിങ് അപ്പച്ചൻ നടത്തിയപ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് പൈസ ഇട്ട് തന്നു. ഒരു വർഷത്തെ പലിശ ഇട്ട് തന്ന് പുതുക്കി വെച്ച്. അങ്ങനെയാണ് പുതുക്കി പോയത്. അല്ലെങ്കിൽ അപ്പച്ചൻ അത് പിൻവലിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി. അന്നേരം അവർ പറഞ്ഞു അത് വേണ്ട ചേട്ടാ, പലിശ ഇച്ചിരി കൂടുതൽ വരാമെന്നുള്ള പൈസേനെ അപ്പച്ചനെ കൊണ്ട് അത് അപ്പച്ചൻ അരിശത്തി പറഞ്ഞ് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ എൻ്റെ കുഴിയിൽ വെക്കാനുള്ളതല്ല പൈസ, എനിക്ക് എൻ്റെ ആവശ്യത്തിനാണെന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പം അന്നേരം തന്നെ അവർ 75 രൂപ അപ്പച്ചൻ്റെ അക്കൗണ്ടിൽ, അതായത് മമ്മിയുടെ പേർക്കാണ് ഈ ഫിക്സഡ് കിടക്കുന്നെങ്കിലും അപ്പച്ചൻ്റെ അക്കൗണ്ടിൽ പൈസ കിട്ടുക അന്നേരം പലിശ. അപ്പച്ചൻ പറഞ്ഞു അന്നാടെ പലിശ കിട്ടിയില്ലേ, നമുക്കന്ന് അടുത്ത ഫെബ്രുവരിയിൽ പിൻവലിക്കാം എന്നുള്ള ബേസിന് ഇങ്ങനെ പിന്നെ അത് നമ്മുടെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വന്നേന്നുള്ള രീതിക്ക് അങ്ങനെ പിന്നെ അങ്ങ് പോയി അപ്പച്ചൻ ഒരുപാട് തവണ അവിടെ വന്നിറങ്ങി. ഞാനും അവിടെ 1, 2, 3, 4 തവണ അപ്പച്ചൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജുവിനോട് ചോദിച്ചു വന്നോ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ രാജുവിനോട് പറഞ്ഞു അവിടെ വന്നിട്ടും കാര്യമൊന്നുമില്ല, ഓഫീസിലൊന്നും ഒരു പൈസ പോലും ഇരിപ്പില്ല, പിന്നെ എങ്ങനെ തന്നെയെന്ന് ചോദിച്ചു. ഞാൻ അവിടെ തിരുവല്ലയിൽ ചെന്ന് സ്റ്റാഫിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തോ 750 ഏക്കർ 800 ഏക്കർ സ്ഥലം കട്ടപ്പന ഏരിയയിൽ അവിടെ ഭാഗങ്ങളിൽ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ടൊക്കെ എന്നെ കാണിച്ച് പേപ്പറോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുത്തെങ്കിൽ നിങ്ങളുടെയൊക്കെ പൈസ തരാം. ഞാൻ ചോദിച്ചു നമുക്ക് വെറും 6 ലക്ഷം രൂപയുടെ കേസല്ലേ ഉള്ളൂ, 6 ലക്ഷം രൂപയും അതിന്റെ പലിശ അടക്കം 6,75,000 രൂപയുടെ കേസില്ലേ ഉള്ളൂ. അതിനിപ്പോൾ നിങ്ങൾ അപ്പോഴേ എന്നോട് പറഞ്ഞ് 3 ഗഡുക്കളായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പേപ്പറിൽ എഴുതി തന്നു, ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നു 5 ലക്ഷം രൂപ ഇന്ന ദിവസം വരുന്നു. അതൊരു ലേഡി ആയിരുന്നു, അവിടുത്തെ ലേഡി. ആ ലേഡി എന്നിട്ട് മമ്മിയുടെ അക്കൗണ്ട് നമ്പരൊക്കെ മേടിച്ചു, എന്നാൽ അതിന് പൈസ വരും. എന്നിട്ട് ഞാനത് ബാങ്കിൽ പോയി 3 വട്ടം 4 വട്ടം ചോദിച്ചു പൈസ വന്നോന്ന് എവിടെ വരാൻ, അവരിട്ടെങ്കിലല്ലേ പൈസ വരുള്ളൂ. അതിൻ്റെ പേര് ഞാനും ആ ലേഡിയായിട്ട് ഒരുപാട് വഴക്കുണ്ടായി. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവല്ല ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ കാണുന്ന മാധ്യമക്കാരെ പലതും പറയാം, നിങ്ങൾ വിശ്വസിക്കല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലോ, നമ്മൾ തെളിവടക്കം നമ്മൾ വരും, നമ്മൾ അവിടെ വന്ന് ഞാനും അവിടെ വന്ന് സംസാരിക്കും, മീഡിയയുടെ ഗ്രാഫിലും മീഡിയയും കൂട്ടിക്കൊണ്ട് വരാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു അത് അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ പത്രത്തെ കണ്ട ശേഷമാണ് നമ്മൾ കേസ് കൊടുക്കാനും ഞാൻ വക്കീലിനെ കണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.